2 കൊല്ലത്തിനുള്ളിൽ വക്കീലന്മാരൊന്നും ഉണ്ടാവില്ല, ഈ ലോകത്ത് ഡോക്ടർമാരുണ്ടാവില്ല, ഇത്തരത്തിലുള്ള വർത്തമാനമാണ് വരുന്നത്. അതുണ്ടാകാൻ പോണില്ല. പക്ഷേ ഇത് സർവീലൻസിനുള്ള ഒരു വലിയ ഉപയോഗമായി നമ്മുടെ ഡേറ്റ, നമ്മുടെ പ്രൈവസി കംപ്ലീറ്റ് കറന്ന് കിടക്കുക. അപ്പോൾ ആരുടെ എവിടുന്ന് വേണമെങ്കിലും ആരുടെ ഡേറ്റ എടുക്കാൻ നമുക്ക് പറ്റും. നല്ലൊരു ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കൂടെ ഒരു IT-കാരനുണ്ട്. ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഡേറ്റയും ആരുടെ ഡേറ്റ ഇപ്പോൾ എടുക്കാം. ഒരു പ്രൈവസി ഇല്ല. നത്തിങ്, എവറിത്തിങ് ഈസ് അവൈലബിൾ. അത് പുസ്തകങ്ങൾ, ഇപ്പോൾ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു എൻ്റെ ഈ പുസ്തകം ചിലപ്പോൾ നെറ്റിൽ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജീവിതം, കുറേ ജോലികൾ പോകും കേട്ടോ. ജോലി പോവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കുറേ ജോലികൾ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, അഭിജിത്ത് ബാനർജി ചോദിച്ച ചോദ്യം, പ്രൊഡക്ടിവിറ്റി എത്ര ഇൻക്രീസ് ചെയ്യും, എത്ര മനുഷ്യരെ നമ്മൾ പുറത്താക്കും, ഈ മനുഷ്യർ എന്തിനാണ്, അതായത് മനുഷ്യർ പിന്നെ എന്തിനാണ്. ഇത് ഞാൻ പറഞ്ഞു നിർത്താണ്, ഒരു ലെഫ്റ്റിസ്റ്റ് ആണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു ആരൺ ബസ്താനി എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. പുള്ളിയുടെ ഒരു നൊവാര മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ഒക്കെ ഉണ്ട്. പുള്ളി ഒരു പുസ്തകം ഇട്ടിട്ടുണ്ട്, ഓട്ടോമേറ്റഡ് ലക്ഷറി കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ എല്ലാം ഓട്ടോമേറ്റ് ചെയ്തിട്ട് നമുക്കൊക്കെ വീട്ടിലിരിക്കാൻ ജോലിയൊന്നും ചെയ്യേണ്ട, പിന്നെ എല്ലാം സുഖം. അതൊരു ഒമ്പൻ വിട്ടിത്താണ് അയാൾ കമ്മ്യൂണിസ്റ്റ് എന്ന് അയാൾ പറയുന്നത്. നമ്മൾ ജോലി ചെയ്തേ പറ്റൂ. മാറ്റം വരണമെങ്കിൽ നമ്മൾ പിന്നെ തെരുവിലിറങ്ങിയേ പറ്റൂ. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും പിന്നെ ഫേസ്ബുക്കിൽ കൂടെയും വിപ്ലവം ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല, അത് നടക്കൂല. അത് നേപ്പാളിലൊക്കെ നടന്നത് അത് വേറെ. നേപ്പാൾ ഒരു ചെറിയ രാജ്യമാണ്, അവിടെ കുറച്ച് പേര് കൂടിയാൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരും. ഇന്ത്യ വളരെ സങ്കീർണമായ ഒരു രാജ്യമാണ്, ഇവിടെ അതൊന്നും നടക്കാൻ പോണില്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം നടക്കണല്ലോ എന്തോ കോക്രോച്ച് പാർട്ടി, മനസ്സിലായിട്ട് ഇതൊക്കെ ഈ വന്ന് കൊഴിഞ്ഞു പോകാൻ പോകുന്ന സാധനങ്ങളാണ്. മനുഷ്യർ വേണം, മനുഷ്യർ തെരുവ് വേണം, മനുഷ്യർ അധ്വാനിക്കണം. ഈ ഭൂമി നമ്മുടെ പൂന്തോട്ടമാണ്. പക്ഷെ ആ പൂന്തോട്ടത്തെ പൂന്തോട്ടം അല്ലാണ്ടാക്കി മാറ്റുന്നതുള്ള പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ പൂന്തോട്ടമാണ്, നമുക്ക് അധ്വാനിക്കാനുള്ള സ്ഥലമാണ്. അത് ചില ലെഫ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ദിസ് ഈസ് അവർ ഗാർഡൻ എന്നുള്ള രീതിയിൽ നമ്മുടെ അധ്വാനിക്കാനുള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ വർഷങ്ങളിലൂടെ എഴുതിയെടുത്ത ഒരു പുസ്തകം എന്നുള്ള എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒന്നാണ്. മലയാളത്തിൽ ഞാൻ മാറി എന്നുള്ള വിഷമവും ഉണ്ടായിട്ടുണ്ട്. അതെന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കാറുമുണ്ട്. കാരണം ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ എന്നെ വളർത്തിയത് മലയാളമാണ്. അപ്പം കിട്ടുന്ന സമയം മലയാളത്തിൽ തിരിച്ചു വരണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുറച്ച് സമയം ഇത്തരം വിഷയങ്ങൾ കുറച്ചുകൂടി എഴുതിയെടുക്കും.